നമസ്കാരം. 2026 ജൂൺ 14 മുതൽ ജൂൺ 20 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ ആത്മവിശ്വാസവും പ്രവർത്തനശേഷിയും വർദ്ധിക്കുന്ന സമയമാണ്. ധൈര്യവും ഉത്സാഹവും വർദ്ധിക്കുമ്പോൾ തൊഴിൽ, പഠനം, യാത്ര, ആശയവിനിമയം എന്നിവയിൽ നേട്ടങ്ങൾ നൽകും. കുടുംബ സൗഖ്യം, വീട്, വാഹനം, സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ സമ്മാനിക്കും. ശുഭകാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. പുതിയ സൗഹൃദങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും നേട്ടങ്ങൾ നൽകുമെങ്കിലും മക്കൾ, പ്രണയം, പഠനം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാകും. കാരണം ചില ചിലവുകൾ വർദ്ധിക്കുവാനും മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, അനാവശ്യ ചിന്തകൾ എന്നിവ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. കൂടാതെ തലവേദന, കണ്ണെരിച്ചിൽ, ശരീരോഷ്മാവ്, രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. വാരാന്ത്യത്തോടെ ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുക. ഹനുമാൻ ക്ഷേത്ര ദർശനവും വെറ്റിലമാലയും സമർപ്പിക്കുക. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച ധനകാര്യങ്ങളിലും തൊഴിൽ രംഗത്തും അനുകൂലമായ പുരോഗതി അനുഭവപ്പെടും. പുതിയ വരുമാന അവസരങ്ങൾ ലഭിക്കാനും ചിലർക്ക് കുടിശ്ശിക തുകകൾ കൈവരാനും സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കുമെങ്കിലും അതിലൂടെ അംഗീകാരവും വിശ്വാസവും നേടാൻ സാധിക്കും. കുടുംബത്ത് സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. പഠനം, അഭിമുഖങ്ങൾ, മത്സര പരീക്ഷകൾ എന്നിവയിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. യാത്രകൾ ഗുണകരമാവുകയും പുതിയ വ്യക്തികളുമായി പരിചയം ഭാവിയിൽ ഉപകാരപ്രദമാവുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സൗഹാർദ്ദം അനുഭവപ്പെടും. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ അമിത റിസ്ക് ഒഴിവാക്കുകയും സംസാരത്തിൽ സൗമ്യത പാലിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. തലവേദന, കഴുത്ത് സംബന്ധമായ അസ്വസ്ഥതകൾ, ശരീരക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുകയും അന്നദാനം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. മകയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച വ്യക്തിപരമായ നേട്ടങ്ങളും തൊഴിൽപരമായ മുന്നേറ്റങ്ങളും ഒരുപോലെ അനുഭവപ്പെടുന്ന സമയമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാനും സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ നേടാനും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നതിനും ഇടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമേണ പുരോഗതി ഉണ്ടാവുകയും ചിലർക്ക് അധിക വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. കുടുംബത്ത് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും ബന്ധുക്കളുമായുള്ള അകൽച്ചകൾ മാറാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അനുകൂല സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലും പ്രണയ കാര്യങ്ങളിലും കൂടുതൽ അടുപ്പവും മനസ്സിലാക്കലും വർദ്ധിക്കും. എന്നാൽ ചിലവുകൾ നിയന്ത്രിക്കുകയും പ്രധാന തീരുമാനങ്ങൾ തിടുക്കത്തിൽ എടുക്കാതിരിക്കുന്നതും ഉത്തമമാണ്. ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ശരീരക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. ബുധനാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ ആഴ്ചയിൽ കുടുംബകാര്യങ്ങളിലും തൊഴിൽ രംഗത്തും അനുകൂലമായ മുന്നേറ്റങ്ങൾ അനുഭവപ്പെടും. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ചില ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടും. കുടുംബാംഗങ്ങളുടെ പിന്തുണയും സഹകരണവും ലഭിക്കും. ഭവനം, വാഹനം, സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുകയും പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കുകയും ചെയ്യാം. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത കൈവരികയും
ചിലർക്ക് പുതിയ വരുമാന സാധ്യതകൾ ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സൗഹാർദ്ദവും പരസ്പരം മനസ്സിലാക്കലും ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുകയും വികാരാധീനമായി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഉറക്കക്കുറവ്, ജലദോഷം, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ രംഗത്തും സാമൂഹിക ജീവിതത്തിലും അനുകൂലമായ മുന്നേറ്റങ്ങൾ അനുഭവപ്പെടും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാമെങ്കിലും അവ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമേണ പുരോഗതി ഉണ്ടാകും. കുടുംബത്ത് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അനുകൂല സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ മനസ്സിലാക്കലുകളും സൗഹാർദ്ദവും ഉണ്ടാകും. സുഹൃത്തുക്കളിലൂടെ ഗുണകരമായ അവസരങ്ങൾ ലഭിക്കാം. യാത്രകൾ ഫലപ്രദമാവുകയും ചില പുതിയ ബന്ധങ്ങൾ ഭാവിയിൽ ഉപകാരപ്പെടുകയും ചെയ്യും. എന്നാൽ സംസാരത്തിൽ എടുത്തുചാട്ടം ഒഴിവാക്കുകയും അനാവശ്യ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. തലവേദന, കണ്ണിൻ്റെ ക്ഷീണം, ശരീരക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. ഞായറാഴ്ച സൂര്യനമസ്കാരം നടത്തുക. അന്നദാനം ഗുണകരമായിരിക്കും. കുടുംബദേവതാ പ്രാർത്ഥനയും നല്ല ഫലങ്ങൾ നൽകുന്നതാണ്. ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും അനുകൂലമായ മുന്നേറ്റങ്ങൾ അനുഭവപ്പെടും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകളും പ്രവർത്തന മികവും അംഗീകരിക്കപ്പെടുന്നതാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചിലർക്ക് അധിക വരുമാന സാധ്യതകൾ ലഭിക്കുകയും ചെയ്യും. കുടുംബത്ത് സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെ സഹകരണം ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലും മത്സര പരീക്ഷകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സൗഹാർദ്ദവും പരസ്പരം മനസ്സിലാക്കലും ഉണ്ടാകും. യാത്രകളും പുതിയ ബന്ധങ്ങളും ഭാവിയിൽ ഗുണകരമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അമിതമായ ഉത്കണ്ഠയും ചെറിയ കാര്യങ്ങളിലുള്ള ആശങ്കകളും ഒഴിവാക്കുന്നത് നല്ലതാണ്. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ശരീരക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കണം. ബുധനാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. ചിത്തിരയുടെ അവസാന പകുതിയും ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ, വ്യാപാരം, പങ്കാളിത്ത കാര്യങ്ങൾ എന്നിവയിൽ അനുകൂലമായ പുരോഗതി അനുഭവപ്പെടും. പുതിയ കരാറുകൾ, ബിസിനസ് അവസരങ്ങൾ, തൊഴിൽപരമായ ബന്ധങ്ങൾ എന്നിവ ഗുണകരമായി മാറാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമേണ മെച്ചം ഉണ്ടാവുകയും ചിലർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യ ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും പരസ്പര സഹകരണവും അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അനുകൂല സമയമാണ്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം പല കാര്യങ്ങളിലും ലഭിക്കും. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാതിരിക്കുകയും സാമ്പത്തിക തീരുമാനങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. നടുവേദന, ക്ഷീണം, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളിയാഴ്ച മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. വൃശ്ചികക്കൂറ്, വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും അനുകൂലമായ മുന്നേറ്റങ്ങൾ അനുഭവപ്പെടും. ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും
ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയും ചെയ്യാം. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലും മത്സര പരീക്ഷകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ഐക്യവും മനസ്സിലാക്കലും അനുഭവപ്പെടും. യാത്രകളും പുതിയ ബന്ധങ്ങളും ഗുണകരമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദേഷ്യവും എടുത്തുചാട്ട തീരുമാനങ്ങളും നിയന്ത്രിക്കുന്നത് നല്ലതാണ്. തലവേദന, ശരീരക്ഷീണം, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ രംഗത്തും കുടുംബകാര്യങ്ങളിലും അനുകൂലമായ പുരോഗതി അനുഭവപ്പെടും. പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ മുന്നോട്ടു പോവുകയും ചെയ്യും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാനും മേലുദ്യോഗസ്ഥരുടെ പിന്തുണ നേടാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചമുണ്ടാവുകയും ചിലർക്ക് അധിക വരുമാന സാധ്യതകൾ ലഭിക്കുകയും ചെയ്യും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുടെ സഹകരണം ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലും മത്സര പരീക്ഷകളിലും അനുകൂല ഫലങ്ങൾ ലഭിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സൗഹാർദ്ദവും പരസ്പരം മനസ്സിലാക്കലും ഉണ്ടാകും. യാത്രകളും ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളും ഗുണകരമാകും. എന്നാൽ അമിത ആത്മവിശ്വാസവും തിടുക്കത്തിലുള്ള തീരുമാനങ്ങളും ഒഴിവാക്കുന്നത് നല്ലതാണ്. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, കാലുവേദന, ശരീരക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും സ്ഥിരതയും പുരോഗതിയും അനുഭവപ്പെടും. ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാമെങ്കിലും അവ വിജയകരമായി നിർവഹിക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമേണ മെച്ചമുണ്ടാവുകയും മുടങ്ങിക്കിടന്ന ചില ധനകാര്യ വിഷയങ്ങളിൽ അനുകൂലമായി തീരുകയും ചെയ്യും. കുടുംബത്ത് സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. മുതിർന്നവരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ഐക്യവും പരസ്പര ധാരണയും ഉണ്ടാകും. യാത്രകൾക്കും പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അനുകൂല സമയമാണ്. എന്നാൽ അനാവശ്യ ആശങ്കകളും അമിത ചിന്തകളും ഒഴിവാക്കുന്നത് നല്ലതാണ്. സന്ധിവേദന, ശരീരക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച തൊഴിൽ രംഗത്തും സാമൂഹിക ജീവിതത്തിലും അനുകൂലമായ മുന്നേറ്റങ്ങൾ അനുഭവപ്പെടും. പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സഫലമാവുകയും ചെയ്യും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചം ഉണ്ടാവുകയും പുതിയ വരുമാന സാധ്യതകൾ തെളിയുകയും ചെയ്യും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണം ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലും മത്സര പരീക്ഷകളിലും അനുകൂല ഫലങ്ങൾ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സൗഹാർദ്ദവും പരസ്പര മനസ്സിലാക്കലും ഉണ്ടാകും. യാത്രകളും പുതിയ ബന്ധങ്ങളും ഭാവിയിൽ ഗുണകരമായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ എടുത്തുചാട്ട തീരുമാനങ്ങളും അനാവശ്യ വാദപ്രതിവാദങ്ങളും ഒഴിവാക്കുന്നത് നല്ലതാണ്. കാലുവേദന, ശരീരക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കണം. ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ കുടുംബകാര്യങ്ങളിലും തൊഴിൽ രംഗത്തും അനുകൂലമായ പുരോഗതി അനുഭവപ്പെടും. ഏറെ നാളായി പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളിൽ
അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവുകയും പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാനും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടും. ചിലർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുടെ സഹകരണവും പിന്തുണയും ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലും മത്സര പരീക്ഷകളിലും അനുകൂല ഫലങ്ങൾ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ഐക്യവും മനസ്സിലാക്കലും അനുഭവപ്പെടും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാനും ക്ഷേത്ര ദർശനങ്ങൾക്ക് അവസരം ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യ ചിലവുകളും വികാരാധീനമായ തീരുമാനങ്ങളും നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ശരീരക്ഷീണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും ഗുണകരമായിരിക്കും.